യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞ ഒരു ദിവസം, ഇങ്ങനെ വിളിച്ചൊരു ദിവസം വേറെ ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ളവരെ, വിശ്വാസികളെയാണ് വിളിക്കുന്നത്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅഹ്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉളരി വരണേ. വദറുൽ ബൈ, കച്ചവടത്തിൻ അവിടെയെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഷട്ടർ താത്തിയിട്ട് പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് ഉളരണം. മറ്റെല്ലാ തിരക്കുകളും നിങ്ങൾ മാറ്റിവെച്ച് വെള്ളിയാഴ്ചയെ പരിഗണിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും അതിന്റെ മുന്നെയും ഈ ദിവസത്തെ ബഹുമാനിച്ചവരാ, ആദരിച്ചവരാ സജ്ജനങ്ങള്. എല്ലാ ദിവസത്തിലും പോലെ എല്ലാ വെള്ളിയാഴ്ച അവർ കണ്ടത്. വെള്ളിയാഴ്ച ആയാൽ എല്ലാ തിരക്കും മാറ്റി അന്ന് ലീവ് എടുത്ത്, മുസൽമാന്റെ ലീവ് വെള്ളിയാണ്. എന്തിന്? പള്ളിയിലേക്ക് പോകാൻ, ഒന്ന് ഒരുങ്ങാൻ. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഈദാണ് വെള്ളിയാഴ്ച ദിവസം എന്നല്ലേ എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ തുടങ്ങുന്നതിന്റെ മുമ്പ് മുഅദ്ദിൻ ഉസ്താദ് മഅശറയോട് ഓർമ്മപ്പെടുത്തുന്നത്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, ഫുഖറാഇന്റെയും മിസ്കീനിന്റെയും ഹജ്ജാണ്, അതുപോലെ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. ഈ ദിവസം വരുമ്പോ നല്ല ഉടയാട അണിഞ്ഞ് അത്തർ പൂശിയിട്ട് നല്ല കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് വരിക എന്നുള്ളത് അതൊരു മുഅ്മിനിന് ആവേശമുള്ള കാര്യമാണ്. അതൊരു അവന്റെ അടയാളാണ്, ഈമാനുള്ളവരുടെ അടയാളമാണ്. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചത്. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചില്ല. എല്ലാരും വിളിക്കേണ്ട കാര്യമല്ല. ഈമാനുള്ളവരെ വിളിക്കുന്ന ചില ഏരിയകളുണ്ട്. സ്വലാത്തുള്ള കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞത് എന്തേ? യാ അയ്യുഹല്ലദീന ആമനു. ഈമാനുള്ളവർക്ക് കഴിയുന്ന പണിയാണ് അതൊക്കെ. ആ ആളുകൾക്ക് എല്ലാ തിരക്കും മാറ്റിവെച്ച് അന്നത്തെ ദിവസത്തെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. നല്ല നല്ല ദിവസങ്ങളെയും സമയങ്ങളെയും പരിഗണിക്കാനും ബഹുമാനിക്കാനും അമല് ചെയ്യാനും തൗഫീഖ് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ ഒന്നാണ്, വലിയൊരു നിഅമത്താണ്. സ്വഹാബത്തിന്റെ കാലഘട്ടം നോക്കണം നിങ്ങൾ. ഇന്നത്തെ പോലെ മുഴത്തിന് പള്ളിയില്ല. ജുമുഅത്ത് പള്ളികൾ വളരെ വിരളം. എവിടെയെങ്കിലും കിലോമീറ്ററുകൾ താണ്ടി മൈലുകൾ താണ്ടി പോയാൽ ഒരു ജുമുഅത്ത് പള്ളി കിട്ടും. അവരുടെ വീടിന്റെ അടുത്ത് കബീലക്കനുസരിച്ച് ഓരോരോ ചെറിയ തെക്കാവുണ്ട്, അല്ലെങ്കിൽ ശ്രാമ്പ്യ, പല പേരിലും പറയും. നിസ്കാരപ്പള്ളി പല നാടുകളിലും പലതും പറയും. പഴയ കാലത്തൊക്കെ കൃഷി സ്ഥലങ്ങളിൽ പെട്ടെന്ന് വൃത്തിയായിട്ട് നിസ്കരിക്കാൻ വേണ്ടി കർഷകർ വെച്ച് കെട്ടിയ ചെറിയൊരു കൂടാരുണ്ടാവും പള്ളിയായിട്ട്. അതിന് ശ്രാമ്പ്യ അല്ലെങ്കിൽ തെക്കാവു എന്നൊക്കെ പറയും തെക്കൻ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ. ഏതായാലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലും അത്തരത്തിൽ അവരോരോ കബീലക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലാണ് അവിടെ എല്ലാ വക്തും നിസ്കാരവും അവർ നിർവഹിക്കുക. എന്നാൽ വെള്ളിയാഴ്ച ദിവസം കടന്നു വന്നാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ ഇറങ്ങുകയാണ്. ഒരുങ്ങിയിട്ട് എവിടേക്ക്? മദീനത്തെ പള്ളിയിലേക്ക്, മുത്തുനബിന്റെ ചാരത്തേക്ക് എത്താൻ. സ്വഹാബത്ത് റസൂലില്ലാഹ് വളരെ ക്ഷീണിച്ച് അവർ എത്തി. ദൂരങ്ങൾ താണ്ടി എത്തുമ്പോഴേക്ക് ഇവിടെ വാങ്ക് കൊടുക്കാനായിട്ടുണ്ടാകും, ജുമുഅ ആരംഭിക്കാനായിട്ടുണ്ടാകും. അവരെ ശരീരമെല്ലാം മണ്ണ് പുരണ്ടിട്ടുണ്ടാകുമെന്ന് ചരിത്രം പറയുന്നത്. ഇത്രമേൽ രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ട് വെള്ളിയാഴ്ചയെ പരിഗണിച്ചവരാണ് സ്വഹാബത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ഈ ദിവസത്തെ പരിഗണിച്ചിട്ടുണ്ട്. യഹൂദികൾക്ക് അവസരം കിട്ടാതായി പോയി. അതേ നസാറാക്കൾക്ക് ഈ ദിവസത്തെ പരിഗണിക്കാൻ കഴിയാതെ ആയിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ എടുത്തത് 6 ദിവസമാണ്. ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ് ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം. 6 ദിവസങ്ങളെ കൊണ്ടാണ് അല്ലാഹു ആകാശഭൂമികളെ സംവിധാനിച്ചത്. അല്ലാഹു ഇത്ര സമയം വേണമെന്ന് ധരിക്കല്ലേ. അതിന്റെ പിന്നിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. അല്ലാഹു ഒറ്റ സെക്കൻഡ് വേണ്ട, അതിന്റെ മുന്നേ എല്ലാം ഇവിടെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് മേലയായ റബ്ബ്. പിന്നെ എന്താണ് 6 ദിവസം എടുത്തത്? അതിന്റെ പിന്നിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. എന്നാണ് തുടങ്ങിയത്? ഞായറാഴ്ചയാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത്. ഞായറും തിങ്കളും കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ്, 6ാമത്തെ ദിവസമാണ് ഇതിന്റെ സൃഷ്ടിപ്പ് അവസാനിച്ചത്.
ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ യഹൂദികൾ പറഞ്ഞു, അങ്ങനെയാണെന്നാൽ ശനിയാഴ്ച ലീവല്ല, അള്ളാഹ്ക്ക് ലീവായതുകൊണ്ട് നമുക്ക് അതെടുക്കാം. അള്ളാഹ്ക്ക് ലീവേ, ഇത്ര ദിവസം 6 ദിവസം പണിയെടുത്തല്ലേ, അപ്പോൾ റെസ്റ്റിൻ്റെ ദിവസമാണ് ശനിയാഴ്ച, അതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച സെലക്ട് ചെയ്യാം. അങ്ങനെ അവർ ശനിയാഴ്ച എടുത്തു. നസാറാക്കൾ ഞായറാഴ്ച എടുത്തു. വെള്ളിയാഴ്ച എടുക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായി കിട്ടിയോ ഒന്ന് വെള്ളിയാഴ്ചയിലെ ഈ ജുമുഅയും ഈ ഒരുമിച്ച് കൂടലും. എത്ര വലിയ സൗഭാഗ്യമാണ്, എത്ര വലിയ ഫളലാണ് അല്ലാഹ് നൽകുന്നത്. ഈ ദിവസത്തെ അമലിന് 10 ഇരട്ടിയാണ് പ്രതിഫലം അല്ലാഹ് നൽകുന്നത്. അത് റമളാനിലും കൂടിയായാൽ എത്രമേൽ പുണ്യം. നേരത്തെ വന്ന് 1-ാം സഫിലിരുന്നിട്ട് ഖുർആൻ പാരായണം ചെയ്ത് തീർക്കുന്നവൻ ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്നതിന്റെ പുണ്യം കൊടുക്കുന്നു. അള്ളാന്റെ ഹബീബ് പറഞ്ഞ സത്യമായ വാക്കാണ്. ഒരു ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്താൽ എത്രമേൽ പുണ്യമാണോ അള്ളാഹ് നൽകുന്നത്, ആ ദർജയാണ് ആ 1-ാമത് വന്ന മനുഷ്യൻക്ക് കിട്ടുന്നത്. ഇങ്ങനെ കാറ്റഗറി താഴോട്ട് താഴോട്ട് പശുവിനറുത്തിട്ട്, ആടിനറുത്തിട്ട്, കോഴിയെ നൽകിയിട്ട്, ഇങ്ങനെ ഓരോരോ ധർമ്മത്തിന്റെ പുണ്യമാണ് അള്ളാന്റെ റസൂൽ അവിടെ പറയുന്നത്. അവിടെ ധർമ്മത്തിന്റെ പുണ്യമാണ്, സ്വതക്കയുടെ പുണ്യമാണ് ചേർത്തി വെച്ചത് എന്നുകൂടി നമ്മൾ വായിക്കണം. പോകട്ടെ, ഈ ദിവസത്തെ പരിഗണിക്കുന്നതിന് നൽകുന്ന ഫളലാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എത്ര പുണ്യം. മറ്റുള്ള ദിവസങ്ങളെക്കാൾ മഹത്വമാണ് വെള്ളിയാഴ്ചയിലെ സ്വലാത്ത്. മുഹമ്മദ് മുസ്തഫ വശാഹിദിൻ വമശ്ഹൂദ്, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മഷ്ഹൂദ് എന്നതുകൊണ്ട് ഉദ്ദേശം അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം അവനക്ക് നാളെ സാക്ഷിയായിട്ട് വരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ നമ്മൾ ചെയ്യുന്ന അമല് മുഴുവനും ഭൂമി സാക്ഷി പറയും, കൈകാലുകൾ സാക്ഷി പറയും, സ്ഥലങ്ങൾ സാക്ഷി പറയും. അതേപോലെ വെള്ളിയാഴ്ച ദിവസം നാളെ നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷി പറയുന്നതാണ്. അല്ലാഹു സ്വർഗം പടച്ച് നരകം പടച്ച് അതിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവേശിപ്പിച്ചത്, സ്വർഗത്തിലേക്ക് ആദം നബിയെ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറക്കിയത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ സഞ്ചരിച്ച് റബ്ബിനോട് വന്നുപോയ അപാകതയിൽ കരഞ്ഞു പറഞ്ഞ് തൗബ തേടിയിട്ട് അള്ളാഹു തൗബ സ്വീകരിച്ചത് വെള്ളിയാഴ്ചയാണ്. യൗമുസ്സാഅത്ത്, അന്ത്യനാൾ നടക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വെള്ളിയാഴ്ചയിൽ അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞത് ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഈ ദിവസത്തെ പരിഗണിക്കാനാ. വിഷമങ്ങൾ വരും, ചില കാഴ്ചകൾ കാണും, അതുകൊണ്ട് പറഞ്ഞതാ. അവസാനം വന്ന് ഫസ്റ്റ് പോകുകയാണല്ലോ. ഈ റമദാൻ വരുമ്പോഴും നമുക്ക് മാറ്റം വന്നില്ലെങ്കിൽ എല്ലാവരും അല്ലട്ടോ, 1-2 ആളുകളെ അവരിത് കേൾക്കാറുണ്ടാവും, അറിയില്ല. ഏതായാലും പോകട്ടെ, അള്ളാഹു നമുക്ക് ഈമാനേറ്റി തരുമാറാകട്ടെ. അള്ളാഹു നൽകണം തൗഫീഖ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ പരിശുദ്ധമായ റമദാനിലാണ് നമ്മളുള്ളത്. എല്ലാ ദിവസത്തെയും രാത്രി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. 27-ാം രാവിലെ മാത്രമല്ല ലൈലത്തുൽ ഖദ്ർ. എല്ലാവരും ധരിച്ചത് അങ്ങനെയാണ്, 27 രാവിലാണ് ലൈലത്തുൽ ഖദ്ർ. 27 രാവിലെ മാത്രം ലൈലത്തുൽ ഖദ്ർ വരുന്ന ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞു. അവസാനത്തെ അധിക പണ്ഡിതന്മാരും പറഞ്ഞു, അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ ഒറ്റ രാത്രിക്ക് 83 വർഷം അമൽ ചെയ്താൽ കിട്ടുന്ന പുണ്യം ആ ഒരൊറ്റ രാത്രി ചെയ്താൽ കിട്ടാൻ, അഥവാ 1000 മാസങ്ങളെക്കാൾ ഫضല്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒറ്റ രാത്രി എന്നാ പറഞ്ഞത്. ആ രാത്രി എന്നാണെന്ന് പറഞ്ഞെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ, അന്ന് മാത്രം നമ്മൾ ഒരുങ്ങുള്ളൂ, അന്ന് മാത്രമേ കച്ചകെട്ടി ഇറങ്ങുള്ളൂ. ഇബ്ലീസുൽ ലഈന് പേടിപ്പിക്കാമെന്ന ഒരാളെ ചരിത്രം കാണല്ലോ. 200 വർഷം അമൽ ചെയ്തു മനുഷ്യന്, നല്ലോണം അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തു. അങ്ങനെ അയാൾ തേടി പടച്ചോനെ എനിക്ക് ഇബ്ലീസുൽ ലഈനെ ശൈത്താനൊന്ന് കാണിച്ചു തരണം. അങ്ങനെ അയാൾ വന്നപ്പോൾ ചോദിക്കുകയാണ്, ഇനി എനിക്ക് എത്ര ആയുസ്സുണ്ട്?
ആയുസ് തീരുമാനിക്കണമെന്നല്ലല്ലോ. എന്നാലും അവൻ ചോദിക്കുകയാണ്, എനിക്ക് എത്ര ആയുസ് ഇനി കിട്ടാനുണ്ട്? ശൈത്താനൊന്ന് പഴപ്പിക്കാൻ തീരുമാനിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് 200 വർഷം ഇനിയുണ്ട് ആയുസ്. 200 + 200 ഇനിയും എനിക്ക് ദീർഘായുസ് ഉണ്ട്. 150 വയസ്സ് ഏതായാലും ഇനി ഇങ്ങനെ പോട്ടെ. അവസാനത്തെ 50 വയസ്സാണ് അടിച്ചു പൊളിച്ച് ഉഷാറായിട്ട് പള്ളിയിൽ തന്നെ, പിന്നെ നീച്ചൂല, പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് ഞാൻ ഇബാദത്തിലായിട്ട് തന്നെയാണ് മുഴുകും, എന്നിട്ടാക്കാം എന്ന് തീരുമാനിച്ച അയാള് ആ ജീവിതത്തിൽ നിന്ന് മാറി. 200 വർഷത്തെ നല്ല ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് പൊട്ടാവാൻ തുടങ്ങി. ഉടനെ തന്നെ ഈ ജീവിതം ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞ അവസ്ഥ മോശമായ അവസ്ഥയിലാവുകയും ചെയ്തു എന്ന് കാണാം. എന്താണ് ഇത്? ഡേറ്റ് നിശ്ചയിച്ചെന്നാൽ നമ്മൾ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ പറയാനാണ് സൂചിപ്പിച്ചത്. എല്ലാത്തിനും ഒരു സമയം തീരുമാനിച്ച് നേരത്തെ അറിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ നമ്മൾ ഒരുങ്ങുള്ളൂ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് പറഞ്ഞില്ല, എപ്പോഴാണെന്ന് പറഞ്ഞില്ല, ഏത് രാത്രിയാണെന്ന് പറഞ്ഞില്ല, റമളാനിലാണെന്ന് പറഞ്ഞു, ഏത് രാത്രിയും ആകാമെന്ന് പറഞ്ഞു. 1ാമത്തെ രാത്രി ആയിരിക്കാം, കഴിഞ്ഞു പോയോ അറിയില്ല, വരാനുള്ള ദിവസങ്ങളാണോ അറിയില്ല, അവസാനത്തെ രാത്രിയാകാം, സാധ്യതകളേറെയാണ്. അല്ലാഹു നമുക്കതിൽ പെട്ട് വിജയിക്കാൻ ഭാഗ്യം തരട്ടെ. ഈ ഉമ്മത്തിന് കിട്ടുന്ന വലിയ ഫളിലാണ്, മറ്റൊരു ഉമ്മത്തിനും കിട്ടാത്ത ഓഫറാണ്. അല്ലാഹു ഈ ഉമ്മത്തിനെ പരിഗണിച്ചിട്ടുള്ളത് അത് മുത്തുനബിയോടുള്ള സ്നേഹമാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് കൊടുത്ത നമ്പർ 1 സ്ഥാനമാണ്. ആഖിറത്തിൽ 1ാമത് കടക്കുന്നവരാ നഹ്നുൽ ആഖിറൂൻ വലാകിന്ന സാബിഖൂന യൗമൽ ഖിയാമ. ഞങ്ങൾ അവസാനം വന്ന ഉമ്മത്താണ്, പക്ഷേ നാളെ ആഖിറത്തിൽ 1ാമത് മുൻകടക്കുന്നവർ ഞങ്ങളാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഞങ്ങളിൽ നമുക്ക് പെടണം. മുത്തുനബി ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ പിടിച്ച് കുലുക്കി, വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് തുറന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടുത്തെ അണികളുണ്ടാകും പിന്നാലെ കടക്കാൻ വ്യഗ്രത കാട്ടിയിട്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉണ്ടാകും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉണ്ടാകും. ബക്രി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി മൗലൈ മൗലായ സ്വല്ലി വസല്ലിം. الخلق كلهم മുഅ്മിനീങ്ങളെ, ആ സ്വഹാബത്തൊക്കെ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നാലെ ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ നോക്കുമ്പോൾ അവരെ കൂടെ അല്ലെങ്കിൽ ബാക്കിലെങ്കിലും ഓരം പറ്റിയിട്ടെങ്കിലും അവരെ കാല് പിടിച്ചിട്ടെങ്കിലും കോന്തല പിടിച്ചിട്ടെങ്കിലും അങ്ങോട്ട് കടക്കാൻ കഴിയണ്ടേ? അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലേ, യഥാർത്ഥമായ മുഅ്മിനീങ്ങൾക്ക്, യഥാർത്ഥ നോമ്പുകാരനിക്ക് ഉണ്ടാകുന്ന പ്രതിഫലം എന്താണ്? അസ്സൗമു ലീ വഅന അജ്സി ബിഹി. ഖുദ്സിയായ ഹദീസിലുണ്ടല്ലോ, നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിനുള്ള പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്ന് അല്ലാഹു. ഒരു വിശദീകരണം. പിന്നെ മറ്റുള്ള അമാലുകൾക്കൊക്കെ പ്രതിഫലം ആരാ നൽകുന്നത്? അല്ലാഹ് തന്നെയാണല്ലോ. പിന്നെന്തേ നോമ്പ് മാത്രം പ്രത്യേകം പറഞ്ഞത്? അത് വല്ലാത്തൊരു പരിഗണന നോമ്പിന് നൽകിയത് കൊണ്ടാണ്. ചില മഹാന്മാര് പറഞ്ഞു, അസ്സൗമു ലീ വഅന ഉജ്സാ ബിഹി. അതിനുള്ള പ്രതിഫലം ഞാനാണ്, എന്നെ കാണലാണ്. ഏറ്റവും വലിയ ഒരു സ്വർഗാവകാശിയുടെ സന്തോഷം അത് അല്ലാഹുവിനെ കാണലാണല്ലോ. ലിസ്വായിമി ഫർഹതാൻ. നോമ്പുകാരന് 2 സന്തോഷമാണ്. ഫർഹത്തുൻ ഇൻദ ഇഫ്താരിഹി. ഒന്നാമത്തെ സന്തോഷം നോമ്പ് മുറിക്കുന്ന സമയം, രണ്ടാമത്തെ സന്തോഷം ഇൻദ ലിഖാഇ റബ്ബിഹി. അവനെ പടച്ച് സംവിധാനിച്ച് അവൻക്കെല്ലാ സൗകര്യങ്ങളും നൽകി, എല്ലാ ആനുകൂല്യങ്ങളും നൽകി, ഈ ദുനിയാവിൽ ജനിക്കാനും അതിൽ വളരാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും എല്ലാം നൽകി പടച്ച റബ്ബിനെ കാണാനുള്ള അവസരം കിട്ടുമ്പോ നോമ്പുകാരന്റെ സന്തോഷം കാണേണ്ടത് തന്നെയാണ്. രണ്ടാമത്തെ സന്തോഷം അതാണ്. അപ്പൊ നോമ്പുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ ഫضل എന്താ? അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ചവനെ ഞങ്ങൾ അതിൽ പെടുത്തണേ അല്ലാ. പാപമോചനം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ പകുതി ഇതാ നമ്മളോട് യാത്ര പറയാൻ പോകുന്നു. മഗ്ഫിറത്തിന്റെ 10ലാ നമ്മളുള്ളത്. എന്നേ റമദാൻ തുടങ്ങിയത്? ഇവിടെ റമദാൻ 13ആയി. ഇതേ 15 ബദരീങ്ങളാണ്ട് 21 രാവ് 27 രാവ് റമദാൻ കഴിഞ്ഞു. ഇങ്ങനെ എത്ര ഫാസ്റ്റിലാ നമ്മളോട് വിട പറഞ്ഞു പോകുന്നത്. ഖുതുബയിൽ പറഞ്ഞതുപോലെ, ഓ മുഅ്മിനേ, ഇതാ ഇന്തിസാഫത്തി പകുതി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിന്നോട് വിട ചോദിക്കും. അതിന്റെ മുമ്പ് റമദാനിൽ ഉപയോഗപ്പെടുത്തിക്കോ, പാപമോചനം തേടിക്കോ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, റഗിമല്ലം ഫുറജുലിൻ ദഖല അലൈഹി റമദാൻ. ഒരു മനുഷ്യൻ അങ്ങ് നാശമാകട്ടെ, പരാജയപ്പെട്ടു പോകട്ടെ, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ. എങ്ങനത്തവനിക്ക് വേണ്ടിയിട്ടാണ് ഈ മുത്തുനബി ഇങ്ങനെ പറയുന്നത്? ദഖല അലൈഹി റമദാൻ. അവൻക്ക് റമദാനിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു, റമദാനിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു. സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. അതേ പരിശുദ്ധ റമദാൻ അങ്ങനെ ജീവിച്ചങ്ങ് കഴിഞ്ഞുപോയി. അവന്റെ ദോഷം പൊറുക്കാൻ സമയം കണ്ടെത്തിയില്ല. റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് കണ്ണീരൊഴിക്കാൻ. റബ്ബേ, പറ്റിപ്പോയി, തെറ്റുകളേറെ. മേലയായ റബ്ബ് നീയാണ് പാപം പൊറുക്കുന്നവൻ. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ എന്നൊന്ന് പറഞ്ഞ് കണ്ണ് നനക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല. റമദാന് വരുന്നു, എല്ലാവരും നോമ്പ് നോൽക്കുന്നു. ഞാനും നോമ്പ് നോൽക്കട്ടെ. എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഒരു ആവേശത്തിൽ ഞാനും പോകട്ടെ. അങ്ങനെ വന്നവൻക്ക് എന്ത് നേടാനാ? മൻ സാമ റമദാന ഈമാനം വഹ്തിസാബാ. നല്ല ഈമാനോടെ, വിശ്വാസത്തോടെ, കൂലി കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ ആരാണോ നോമ്പ് നോൽക്കുന്നത്, അവന്റെ ദോഷമാണ് അല്ലാഹ് പുറത്തു കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഇങ്ങനെ അവന്റെ റമദാന് ദോഷം പൊറുക്കാതെ അങ്ങ് കഴിഞ്ഞു പോയാൽ അവന് പരാജയപ്പെട്ടു പോകട്ടെ. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആമീൻ പറഞ്ഞില്ലേ മുത്തുനബി? റമദാന് വന്നിട്ട് ദോഷം പൊറുക്കാത്തവന് നാശം വരട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോ അള്ളാന്റെ റസൂലാണ് ആമീൻ പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മഹത്വമുള്ളത് കടന്നു വരുന്നു. പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ ആവേശം ചോർന്നു പോകരുത്. കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ നല്ല ആവേശത്തോടുകൂടെ ഒറ്റ ദിവസവും തറാവീഹ് നഷ്ടപ്പെടുത്താതെ, ഒറ്റ അമലും മുടക്കാതെ ഖുർആൻ പാരായണത്തിൽ നിരതരായി, ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് സജീവമായി, റമദാനിനെ പരിഗണിച്ച് അവസാനത്തെ രാവ് വരെ പ്രത്യേകമായിട്ടും നമ്മൾ ഈ റമദാനിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അപ്പോഴാ നമ്മൾ വിജയികളാകുന്നത്. അല്ലാഹു എല്ലാ രാത്രിയും വിളിച്ച് പറയുന്നുണ്ട്, ആരാണ് എൻ്റെ അടിമയിൽ നിന്ന് തേടുന്നവരുള്ളത്? ആരാ എന്നോട് പാപമോചനം തേടുന്നത്? അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം. ആരാ എന്നോട് റിസ്ക് തേടുന്നത്? അവൻക്ക് ഞാൻ ഭക്ഷണം നൽകാം, എന്താവശ്യമുള്ളത് നൽകാം. അത്താഴ സമയത്ത് അല്ലാഹ് വിളിച്ചു പറയുന്നേ, എല്ലാ രാത്രിയിലും ആ രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ അത്താഴ സമയമാണ്. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? അത് ഖുറൂബ് മുതൽ ഫജ്ർ വരെയല്ലേ? അസ്തമാന സമയം മുതൽ ഉദയം വരെയാണ്. ആ സമയത്തിനെ 3ആയി ഭാഗിച്ച് ആദ്യത്തെ 2 ഭാഗം കഴിഞ്ഞാൽ പിന്നെ അത്താഴ സമയത്തിലേക്ക് നമ്മൾ കടന്നു. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ തേടുന്നവർ അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അടയാളം മുഅ്മിനീങ്ങൾ അടയാളാണ്. അത്താഴ സമയം അത് വല്ലാത്ത മുബാറക്കായ സമയ. അധികം ആളുകൾക്ക് എണീക്കാൻ കഴിയൂല. ആ സമയം സ്വാലിഹീങ്ങൾ മാത്രമേ ഉണരുള്ളൂ. പടച്ച റബ്ബിന്റെ മുമ്പില് അല്ലാത്ത പിടക്കുന്ന കൽബോടുകൂടെ, നനഞ്ഞ കണ്ണോടെ മുസല്ലയിൽ കിടന്ന് സുജൂദിലായി റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിയാറുകൾ എണീറ്റ് കരയുന്ന സമയ. ആ സമയത്ത്
എണീക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോ അള്ളാഹുവിൻ്റെ ആ വിളിയാളത്തിൽ ഉത്തരം നൽകാൻ കഴിയും. ചോദിച്ചോ തരാമെന്ന് പറഞ്ഞ നല്ല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ചോദിക്കാൻ കഴിയും. മുസ്തജാബു ദഅവത്തിന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് കേൾക്കുമ്പോ ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇതാണ് ആത്മീയതയിലുള്ള അല്ലെങ്കിൽ നന്മയിലുള്ള വ്യഗ്രത, ഇതാണ് നന്മയിലുള്ള അലച്ച. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ഇന്നത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് കേൾക്കുമ്പോ അതിലേക്ക് ഓടി അടുക്കുമായിരുന്നു സ്വഹാബത്ത്. ഓ എൻ്റെ മുഅ്മിനേ, അതുകൊണ്ട് വഅദ് പറയുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, പള്ളിയിലേക്ക് വരുന്നത് മുഴുവനും ഒരു മാറ്റത്തിനാണ്, നന്മയിലേക്ക് മുന്താനാണ്, പാപങ്ങൾ പൊറുക്കാനാ. ഞാൻ പറയുന്നത് നിങ്ങളെ കേൾക്ക, എന്നോടാണ്, ഉപദേശിക്കാനല്ല. പാപം പൊറുക്കണേ അല്ലാ. വഅദ് എന്ന് പറഞ്ഞാൽ ഖൽബിൽ നിന്ന് ഖൽബിലേക്കുള്ള വഅദ, അത് സ്വാലിഹീങ്ങളെ വഅദ. ആർക്കാ ഫലിക്കുക? അല്ലാഹു തൗഫീഖ് നൽകിയവർക്കാണ് ഫലം നൽകുന്നത്. അതേ മഹാനായ അഹ്മദ് ബിനു യസീദുൽ കാത്തിബി എന്നവര് അതേ മോശമായ ജീവിതം നയിച്ചവരാ, ആഡംബരത്തിൽ നടന്നവരാ, പടച്ചവനെ മറന്ന് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. വലിയ ധൂർത്തിലായിട്ട് അടിച്ചു പൊളിച്ചുള്ള ജീവിതം. അതല്ലേ ഇന്നത്തെ ചിലരുടെ ജീവിതം കാണുന്നത്. റബ്ബ് സമ്പത്ത് നൽകുമ്പോ, അള്ളാഹു അധികാരം നൽകുമ്പോ, കുറച്ച് സ്ഥാനമാനങ്ങൾ നൽകുമ്പോ റബ്ബിനെ മറക്കുന്നവരെത്രയാ. അവർ തുള്ളിക്കളിക്കുക, അവർ കല്യാണ രാവ് അടിച്ചു പൊളിക്കുക, അവർക്ക് ആഘോഷങ്ങൾ മാത്രമായ എപ്പോഴും ഉള്ളത്. റബ്ബിനെ മറന്ന് അന്യ പുരുഷന്മാർ സ്ത്രീകളെ ഇടകലർന്ന് അള്ളാഹുവിനെ ബോധമില്ലാതെ, തലമറക്കാതെ, മാറുമറക്കാതെ, വീഡിയോക്ക് മുമ്പിലാകട്ടെ തുള്ളിച്ചാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും സന്തോഷമാണ് അവർക്ക് വേണ്ടത്. വലാ തംശി ഫിൽ അർളി മർഹാ. മോനെ, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹന്ത വക്കല്ലേ, പവർ കാണിക്കല്ലേ. ഖുർആനിന്റെ വാക്കാണ്. അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് എന്നവർക്ക് ഇങ്ങനൊരു ജീവിതം ഉണ്ടായിരുന്നു. പാസ്റ്റില് മഹാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു തൻ്റെ അണിയാളികളോടുകൂടെ, തൻ്റെ സൈന്യത്തോടുകൂടെ, തൻ്റെ കൂട്ടുകാരോടുകൂടെ അങ്ങനെ നടക്കുമ്പോഴാണ് മഹാനായ ഇമാം സിർരി തങ്ങളെ വഅദ് കേൾക്കുന്നത്. അല്ലാഹ്, മഹാന്മാരെ വഅദ് അങ്ങനെയല്ലേ. ഔസുൽ ആദമിന്റെ വഅദ് കേട്ട് എത്ര ആള് ബോധം കെട്ടുപോയി, എത്ര ആള് മരണപ്പെട്ടു പോയി, എത്രയാള് നന്നായി പോയി. സിർരി തങ്ങളെ വഅദ് കേട്ടപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനേ. മഹാനായ അഹ്മദ് ബിൻ യസീദുൽ തങ്ങള് അവിടെ അങ്ങ് തരിച്ചു നിന്നുപോയി. അത്തരത്തിൽ പ്രകമ്പനം കൊള്ളുന്ന ഇഖ്ലാസിൽ ചാലിച്ച വല്ലാത്ത വാക്കുകളാണ് സിർരി തങ്ങൾ ഇങ്ങനെ വഅദ് പറയുന്നത്. ഇയാള് ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കേട്ടു. ഈ മനുഷ്യനെത്ര നിസാരനാ. എല്ലാ ആലമിലും വെച്ചിട്ട് അല്ലാഹു നിസാരമാക്കിയിട്ടുണ്ട്. ഖുലിഖൽ ഇൻസാനു ദഈഫാ. എല്ലാ മനുഷ്യനെയും പടച്ചത് അവന് ബലഹീനനായിട്ടാണ്. അവൻക്ക് ബലഹീനതകളേറെയുണ്ട്. എത്ര പവർ നടിച്ചാലും അവൻക്ക് ബലഹീനതകളേറെയാ. പ്രിയപ്പെട്ടവരെ, കണ്ണുമുഖത്തുണ്ട്. ആ കണ്ണുകൊണ്ട് അവൻ്റെ മുഖം കാണാൻ കഴിയൂല. അവന് ചിരിക്കുന്നുണ്ട്, ചിരിയുടെ സൗന്ദര്യം അവൻക്ക് കാണാൻ കഴിയൂല. മറ്റൊരു പ്രതിബിംബം മുന്നിൽ വേണോ. അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ പോലും നേരാവണ്ണം തൊടാൻ അവൻക്ക് കഴിയൂല. സുബ്ഹാനല്ലാഹ്, എന്ത് ഗുണങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും, സുഖങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഇവൻ നിസ്സഹായനാണ്. ഇവിടെ പുലി ഇറങ്ങിയിട്ടില്ല, ഇവിടെ കടുവിറങ്ങിയിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് ലോക പോലീസ് നടിക്കുന്ന അമേരിക്കക്ക് വരെ തടുക്കാൻ കഴിയാത്ത, മുഴുവൻ ജനങ്ങളെയും വീടിൻ്റെ അകത്തളങ്ങളിരുത്തിയ ഒരു പുലി വന്നിട്ടുണ്ട്. കണ്ണിൽ കാണാൻ കഴിയാത്ത പുലി. പേര് കൊറോണ എന്ന് നമ്മൾ ഇട്ടില്ലേ. മനുഷ്യന്റെ ബലഹീനത വെളിവാക്കി തന്നില്ലേ. നീ
നീ എത്ര ഉയർന്നവനാണെങ്കിലും, നീ എത്ര സമ്പന്നനാണെങ്കിലും, എത്ര ടെക്നോളജി വളർന്നെങ്കിലും, എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ മോനെ. നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ഒന്ന് നിന്നെ ഭരിച്ചില്ലേ? വർഷങ്ങൾ വീട്ടിൻ്റെ അകത്തള നിർത്തിയില്ലേ? കടകൾ പൂട്ടിയില്ലേ? പള്ളികൾ പൂട്ടിയില്ലേ? ഖുലിഖൽ ഇൻസാനു ദഈഫാ. സിർരിസിഖത്ത് തങ്ങളെ വഅലിങ്ങനെ പറയുന്നു. അതിലൊരു വാക്കാണ് മഹാനായ അഹ്മദ് തങ്ങളെ വല്ലാതെ സ്വാധീനിച്ചത്. വലാ യഅസില്ലാഹ അഹദും മിൻ മഖ്ലൂഖാതിഹി കമാ യഅസുൽ ഇൻസാൻ. മഹാനവറുകൾ ചേർത്തി പറയാണ്, മനുഷ്യന് അള്ളാഹുവിനെ തെറ്റ് ചെയ്യും പോലെ, എതിര് ചെയ്യും പോലെ മറ്റൊരു ജീവിയും എതിര് ചെയ്യുന്നില്ല. ചിന്തിക്കാനുള്ള ഓരോ പോയിന്റ് ഇങ്ങനെ വിടുകയാണ്. മനുഷ്യനാണ് നന്ദി കെട്ടവനായി മാറുന്നത് റബ്ബിന്. എത്ര നിഅമത്ത് ചെയ്താലും അതിനൊരു നന്ദി ചെയ്യാൻ കഴിയാതെ അതപ്പതിച്ചു പോകുന്നവൻ മനുഷ്യനാ. മറ്റാരും ഇത്രമേൽ താവൂല, ഉയരാനും കഴിയൂല. അതും വേറുണ്ട്, മലക്കിനേക്കാൾ ഉയരാനും കഴിയും ആർക്ക്? മനുഷ്യൻ നന്നായാൽ. എന്നാൽ താന്നാലോ അവനേറ്റവും നീചനായിട്ട് മാറുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുന്നു, അൽ ഇൻസാനുൽ ദഈഫുൽ ആജിസു കൈഫ യഅസിൽ ഇലാഹൽ ഖവിയ്യുൽ കബീർ. പടച്ചവനെ, ഇത്ര ശക്തനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര കഴിവുള്ള എല്ലാമായ റബ്ബിന് എതിര് ചെയ്യുന്നത്? ഈ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോ മഹാനായ അഹ്മദ് ബിൻ യസീദുൽ കാത്തിബ് എന്നവര് ബോധം കെട്ട് വീണുപോയി. ബോധത്തിൽ നിന്ന് ഉണർന്നിട്ട് അവരെ താങ്ങിപ്പിടിച്ചിട്ട് കൂടെയുള്ളവർ വീട്ടിൽ കൊണ്ടുപോയി കിടത്താണ്. ഒരു വിളിയാളം വന്നതുപോലെ, ഒരു നന്മയുടെ വെളിച്ചം വീശിയതുപോലെ മഹാനവറുകളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയാണ്. കരഞ്ഞിയ കലങ്ങിയ കണ്ണുകളോടെ പിറ്റേ ദിവസവും വഅള് കേൾക്കാൻ നടന്നു വരുന്നു. വാഹനം മാറ്റിവെച്ചുപോയി. മൂന്നാമത്തെ ദിവസവും വഅള് കേൾക്കാൻ വന്നുപോയി. ഉസ്താദിന്റെ അടുക്കൽ മൂന്നാമത്തെ ദിവസം ചെന്ന് പറഞ്ഞു, ഉസ്താദേ, ഞാൻ 3 ദിവസവും തങ്ങളെ വഅള് കേൾക്കാൻ വന്നതാണ്. എൻ്റെ പാസ്റ്റ് ഇങ്ങനെയാണ്, എനിക്കൊരു ചേഞ്ച് വേണം ഉസ്താദ്. ഞാൻ നാട് വിടട്ടെ, ഈ ജീവിതം മടുത്തു ഉസ്താദ്. ഒരു പാപമോചനം തേടിയിട്ട് അവിടുന്ന് നാട് വിടുന്നു. ഒറ്റയായ ജീവിതമാ. സുബ്ഹാനല്ലാഹ്. റബ്ബിലായിട്ടുള്ള വല്ലാത്ത സമർപ്പണം നടത്തി. അങ്ങനെ മഹാനവറുകൾ വർഷങ്ങളോളം ജീവിച്ച് ഇടക്ക് വെച്ചിട്ടൊന്ന് കാണാൻ വന്നു. മഹാനവറുകൾക്ക് വരെ ദുആ ചെയ്തു കൊടുത്തു. സിർരിസഖത്ത് തങ്ങളെ ഇടക്കൊന്ന് സന്ദർശിക്കാൻ വരും. ഇങ്ങനെ ചരിത്രം നീളുന്നു. ഞാൻ ദീർഘിക്കുമോ എന്ന് ഭയപ്പെടുന്നു. മുഅ്മിനീങ്ങളെ, ആ മഹാനായ മനുഷ്യൻ അതേ അവസാനം ഈ ലോകത്തോട് വിട പറയാ നേരം ആളെ വിടുന്നു. സിർരിസഖത്ത് തങ്ങളൊന്ന് വിളിച്ചു വരണേ, എൻ്റെ ഹാലൊന്നു പറയണേ. അവിടെ ചെന്ന് നോക്കുമ്പോ മഹാനവറുകൾ എന്തോ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ചുണ്ടിങ്ങനെ അനങ്ങുന്നുണ്ട്. അഹ്മദ് സിർരിസഖത്ത് തങ്ങൾ ചെവി അങ്ങ് വെച്ച് നോക്കുമ്പോ അവിടുന്ന് ഓതുന്നത്, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഞാൻ കാണുന്ന സുഹൃതങ്ങള്, ഞാൻ കാണുന്ന സന്തോഷങ്ങള്, സ്വർഗീയ അനുഭൂതികള്, മോനെ ഇതൊക്കെ അനുഭവിക്കണോ? ചെയ്യേണ്ടതുപോലെ ചെയ്തോ. റമദാൻ ഉപയോഗപ്പെടുത്തിക്കോ. ഹറാമിൽ നിന്ന് മാറി നിന്നോ. മറ്റുള്ളവനെ ഗീബത്ത് പറയാൻ സമയം കാണണ്ട. അക്രമത്തിന് മുതിരണ്ട. പലിശന്റെ ആളാകണ്ട. നാവ് കൊണ്ടൊരാളെയും ഉപദ്രവിക്കണ്ട, വേദനിപ്പിക്കണ്ട. കടം വാങ്ങിയെങ്കിൽ കറക്റ്റിന് തിരിച്ചു കൊടുത്തോ. ഒരാളെയും വഞ്ചിക്കാതെ ജീവിച്ചോ. അല്ല കാണുന്നുള്ള ബോധം ഏത് രഹസ്യത്തിലും നിന്റെ കൽവിലുണ്ടായിക്കോട്ടെ. എന്നാൽ ഫല്യഅമലിൽ ആമിലൂൻ. ഇങ്ങനെ
ഇങ്ങനെ ചെയ്താൽ ഞാൻ അനുഭവിക്കുന്ന ഈ സുഖം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുമെന്ന് മഹാനായ അഹ്മദ് ഇബ്നു യസീദുൽ കാത്തിബി തങ്ങൾ വിളിച്ചു പറയാണ്. അതാ ഈ ലോകത്തോട് അല്പസമയങ്ങൾക്ക് ശേഷം വിട പറയുന്നു. ഒരു സംഘം ടൗണിൽ നിന്ന് ഇങ്ങനെ കടന്നു വരുന്നത് കാണുന്നു. വലിയ സംഘം ഇങ്ങനെ വരുന്നു നിസ്കരിക്കാൻ. മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വിവരം അറിഞ്ഞത്? നിങ്ങൾ എങ്ങനെയാ ഇവിടേക്ക് എത്തിപ്പെട്ടത്? ഇത് മരുഭൂമിയാണല്ലോ. പറഞ്ഞു, മൻ അറാദ യുസല്ലി അലാ വലിയ്യിൻ ഖാസിം മിൻ ഔലിയാഇല്ലാഹി തആല, ആരാണോ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മേലിൽ ഔലിയാക്കളിലെ പ്രഗൽഭനായ ഒരു വ്യക്തിന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫല്യഹ്ളർ മഖാമ ശൂനീസിയ, അവർ ശൂനീസിയ മഖാമിലേക്ക് എത്തിക്കൊള്ളട്ടെ എന്ന് അവിടുന്ന് ഒരു ഒച്ച കേട്ടു, ഒരു ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾ ഓടി വന്നതാ. അല്ലാഹുവിന്റെ ഔലിയാക്കളാ, അവർ റബ്ബിലേക്ക് തിരിഞ്ഞവരാ. വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ കഴുകിക്കളഞ്ഞിട്ട് അഹമ്മദ് തങ്ങൾ റൂട്ട് മാറ്റി പിടിച്ചപ്പോ വലിയ സ്ഥാനത്തെത്തിപ്പോയി. സ്വർഗം കണ്ടങ്ങ് മരണപ്പെട്ടു പോയി. മുഅ്മിനേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം സഅദത്തുദ്ദാറൈനിയാണ്. ഇതുപോലെ നല്ലൊരു മരണമാണ്. ഹബീബായ തങ്ങളെ കണ്ട് സ്വർഗം കണ്ടൊന്നു മരിക്കാനാണ്. സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂടെ ഒരുമിച്ച് കൂടാനാണ് ആഗ്രഹമുള്ളത്. അതിന് പണിയെടുക്കണേ. ഈ മഹാന്മാര് പോയ പോലെ പോകണമെങ്കിൽ അവർ കാണിച്ചു തന്ന വഴി നമ്മൾ സ്വീകരിക്കണോ? ഇത്തരത്തിൽ മരുഭൂമിയിൽ പോയിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ഇത്തഖുല്ലാഹ മസ്തതഅ്തും, ഏതെല്ലാം രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ, ആരും കാണട്ടെ കാണാതിരിക്കട്ടെ, ഞാൻ നിങ്ങളും അള്ളാഹുവിനെ പേടിക്കാൻ തയ്യാറാകുമ്പോ, അവനെ പൂർണ്ണമായി വഴിപ്പെടുമ്പോ, ഒറ്റ നിസ്കാരം നഷ്ടപ്പെടുത്തൂല എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ നടത്തുമ്പോ, സുബഹി ജമാഅത്ത് സംഘനാൻ പരമാവധി പങ്കെടുക്കുമെന്ന് തീരുമാനമെടുക്കുമ്പോ, നമുക്കും ഇത്തരത്തിലൊരു യാത്ര പോകാൻ കഴിയോ? സന്തോഷമുള്ള യാത്ര പോകാൻ കഴിയോ? അത് ജീവിതത്തിലെ ഏറ്റവും നല്ല ഘട്ടമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മളെ ദോഷം പൊറുക്കാൻ കാരണമാകുന്ന മുഴുവൻ സബബുകളുമായി ബന്ധപ്പെടുക. അതിൽപ്പെട്ട ഒന്നാണ് പാവങ്ങളെ സഹായിക്കല്, പാവപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയാകല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, സ്വദഖത്തു തുത്ഫിഉൽ ഖതായ, നിങ്ങളുടെ ദോഷങ്ങൾ സ്വദഖ പുറത്തു തരും. അതുകൊണ്ട് ധാരാളമായി അല്ലാഹ് തന്നതിൽ നിന്ന് ധർമ്മം ചെയ്തോ. അല്ലാഹു നമ്മളെ ദോഷം പുറത്തു തരട്ടെ. നല്ല നീയത്തോടുകൂടെ പങ്കെടുത്തോ. നമുക്ക് അല്പം ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് മഗ്ഫിറത്തിന്റെ പത്തിലാണ്. റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ പങ്കെടുത്ത ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ റബ്ബേ. ഈ റമളാൻ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനേ. ദോഷം പൊറുക്കാതെ ഈ റമളാനിൽ ഞങ്ങളിൽ നിന്ന് യാത്ര അയക്കല്ലേ അല്ലാ. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവർ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവർ, മരണപ്പെട്ടു പോയവർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളി മൈതാനത്ത് അന്തി ഉറങ്ങുന്ന മുഅ്മിനീങ്ങൾ, നമ്മളെ സ്വന്തക്കാരുണ്ട്, അവർക്കൊക്കെ ദുആ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച. നമ്മളൊക്കെ അവരെ സിയാറത്ത് ചെയ്യണം. പടച്ച റബ്ബ് അവർക്കും നമുക്കൊക്കെ പാപമോചനം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അൽപ ദിക്ർ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ ചൊല്ലി ദുആർക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി يا رب العالمين. اللهم اغفر لي ذنوبي 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 يا رب العالمين.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا حي القيوم يا خالق يا رازق يا الله സാധുക്കളായ നിന്റെ അടിമകൾ നോമ്പുകാരായി ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ജുമഅക്ക് വേണ്ടി അല്ലാഹ് ഇവിടെ തന്നെ ഇരുന്ന് നസീഹത്ത് കേട്ട് റബ്ബേ നിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച് പറഞ്ഞ് അല്ലാഹുവേ ദിക്ർ ചൊല്ലിയിട്ട് ഉയർത്തുന്ന കരങ്ങളാണ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങൾ മലയോളമാണ് റബ്ബായ നീ ഞങ്ങൾക്ക് പാപമോചനം തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ തെറ്റ് കാരണം കറുത്ത പുള്ളികൾ വന്ന് വീഴുമെന്നല്ലേ അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിന്റെ നിറം അങ്ങനെയെങ്കിൽ എന്തായിരിക്കുമെന്നുള്ള ആശങ്കയുണ്ട് റബ്ബായ നീ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്, ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഈ മജ്ലിസ് തൗബയുടെ മജ്ലിസാക്കണേ റബ്ബേ. ഞങ്ങളെ പാപങ്ങൾ പുറത്തു തന്ന് ഉമ്മ പറ്റ ദിവസം പോലെയാക്കി ഞങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് തിരിച്ചയക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച ദുആക്ക് ഇജാബത്തുള്ള സമയമുണ്ടല്ലോ റബ്ബേ, ആ സമയത്തോട് ഞങ്ങളെ ദുആനെ നീ ബന്ധിപ്പിക്കണേ അല്ലാഹ്, ഉത്തരം തരണേ അല്ലാഹ്. ശിഷ്ടജീവിതം നിന്റെ ഇഷ്ടത്തിൽ ത്വാഅത്തിൽ പൊരുത്തത്തിലായി ഹറാമ് ചെയ്യാതെ, കാണാതെ, നോക്കാതെ, കേൾക്കാതെ, പിടിക്കാതെ, ബന്ധപ്പെടാതെ ജീവിക്കാനുള്ള വലിയ തൗഫീഖ് തരണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, നൽകുന്നവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, കടപ്പെട്ടവർ റബ്ബേ സർവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഹയാത്തുള്ളവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ അല്ലാഹ്. ഈ റഹ്മത്ത് ചൊരിയുന്ന മാസത്തിൽ അവരോട് നീ കരുണ ചെയ്യണേ അല്ലാഹ്. ആരെങ്കിലും വല്ല പ്രയാസവും ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ റബ്ബായ നീ ഉയർത്തിക്കളയണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ഈ മജ്ലിസിലുണ്ട് റബ്ബേ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലാഹ്. ഞങ്ങളെ മക്കളിലുണ്ട്, കുടുംബത്തിലുണ്ട്, മാതാപിതാക്കളിലുണ്ട്, ബന്ധപ്പെട്ടവരിലുണ്ട് റബ്ബായ നീയാണ് ഷാഫി, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ, അറ്റാക്ക്, ട്യൂമർ പോലത്തെ രോഗം തരല്ലേ അല്ലാഹ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസറാണ് റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് സമാധാനം കൊടുക്ക റബ്ബേ. ഞങ്ങളെ മോശത്തരം കാരണം ഞങ്ങളെ മക്കളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അവർ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിഷ്കളങ്കരല്ലേ. ഞങ്ങളെ കൊണ്ട് അവർക്ക് നീ പ്രയാസം നൽകല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ട് നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. റബ്ബേ, ആഫിയത്താകുന്ന നിന്റെ വലിയ നിഅമത്ത് ദായിമാക്കി തരണേ അല്ലാഹ്. നീ തന്ന ആരോഗ്യം നിന്റെ ഇഷ്ടത്തിൽ ചെലവഴിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. നീ തന്ന സമ്പത്ത് നിന്റെ ഇഷ്ടത്തിൽ ചെലവഴിക്കാൻ മനസ്സ് തരണേ അല്ലാഹ്. പടച്ചവനെ, നീ തന്ന സമയങ്ങൾ നിന്റെ ഇഷ്ടത്തിൽ ചെലവഴിക്കാൻ അവസരവും തൗഫീഖും തരണേ അല്ലാഹ്. ഇൽമു നാഫിഅക്കി തരണേ റബ്ബേ. ചെയ്യുന്ന അമലൊക്കെ ഖബൂലാക്കണേ അല്ലാഹ്. ഇഖ്ലാസുൽ അമലാക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ അമലും ചെയ്ത് നാളെ നിന്റെ കോടതിയിലെത്തുമ്പോൾ മുഫ്ലിസായി, ഒന്നുമില്ലാതെ തുലഞ്ഞവനായി, കാലിയായ ഏടുമായി നിൽക്കേണ്ട ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. എല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനേ. പടച്ചവനെ, ഹജ്ജ് ഉംറ സിയാറത്തിന് തൗഫീഖ് തരണേ അല്ലാഹ്. മദീനത്ത് ഞങ്ങൾ എത്തിക്കണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. റബ്ബേ, ആഖിറം നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഇതുപോലെ നോമ്പുകാരായി നല്ല നാളിൽ നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ കൂടെ ഹക്കടപാട് മുഴുവനും വീട്ടി കടത്തിൽ നിന്ന് മുക്തനായി റബ്ബേ ഈ ലോകത്തുനിന്ന് പിരിയാൻ പാവങ്ങളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഉത്തരം നൽകണേ
നൽകണേ അല്ലാ. ഞങ്ങൾ ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ലേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വലിവാലിദീനാ വലിഅസാതീദിനാ വലിജമീഇൽ